ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇടിച്ചക്ക കൊണ്ടൊരു തോരനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് മുറിച്ചൊന്ന് ക്ലീനാക്കി എടുക്കണം. ഇടിച്ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ, പക്ഷേ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇടിച്ചക്ക ചെറുതായി അരിഞ്ഞെടുക്കണില്ല കേട്ടോ. ഇത് ഏകദേശം ഇതേ വലിപ്പത്തിൽ എടുത്തിട്ട് കുക്കർക്ക് ഇടുകയാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ, പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല. ഇനി കുക്കറിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി, അപ്പോഴേക്കും വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്, പക്ഷേ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി വെള്ളം കൂടെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് ഊറ്റിക്കളയരുത്. വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കാനും കൂടെ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, ഒരു 2-3 ചെറിയ ഉള്ളി, 2 ഇല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം 1/2 ടീസ്പൂണ്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽ മുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇടിച്ചക്ക അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്കത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.